അത്യുന്നതന്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ മനുഷ്യനായി വന്ന നസ്രയനായ യേശുവിൻ്റെ സത്യ ഏകദൈവത്തിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ഇത് കഷ്ടാനുഭവ ആഴ്ചയാണ്. ഈ ഒരു ദിവസങ്ങൾ മറ്റേതൊരു ദിവസങ്ങൾ പോലെയല്ല. ഒട്ടുമിക്ക ക്രിസ്ത്യാനികളും കഷ്ടാനുഭവ ആഴ്ചയായിട്ട്, പാഷൻ വീക്കായിട്ട് കരുതപ്പെടുന്ന ഈ ദിവസങ്ങളിൽ ഏതൊരു വിശ്വാസിയുടെയും മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് യേശുവിൻ്റെ പീഡാനുഭവമായിരിക്കണം, യേശുവിൻ്റെ കഷ്ടാനുഭവമായിരിക്കണം. ഇതിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്താണ് ഉൾക്കൊള്ളാനുള്ളത്, എന്താണ് മനസ്സിലാകേണ്ടത്, എന്ത് പാഠങ്ങളാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ ഒരു കാര്യമാണ്. യേശുവിൻ്റെ പീഡാനുഭവം, കഷ്ടാനുഭവം വെറുമൊരു ആചാരമാക്കാതെ, വെറുമൊരു അടയാളമാക്കാതെ, അത് നമ്മൾക്ക് ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടാക്കാൻ എല്ലാവരും ശ്രമിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിനായിട്ട് സ്ട്രൈവ് ചെയ്യുക. അപ്പോൾ യേശുവിൻ്റെ കഷ്ടാനുഭവം ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ കഷ്ടാനുഭവ ആഴ്ച, അല്ലെങ്കിൽ യേശു കടന്നുപോയ ആ വഴികളിൽ എന്ന് പറഞ്ഞാൽ കല്ലും മുള്ളും ഒക്കെ കൊണ്ട് ആ വഴികളിൽ വളരെയധികം എന്താ പറയുക, നമ്മളെ ശക്തിപ്പെടുത്തുന്ന പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതിലേറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. For God so loved the world that he gave his only son Jesus. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഏകജാതൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഏകജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്കിലും സത്യ ഏക ദൈവം മനുഷ്യനായിട്ട്, മനുഷ്യൻ്റെ അവതാരമായിട്ട് വന്ന് നമ്മൾക്ക് വേണ്ടി മരണം വഹിക്കുവാൻ അവൻ ഒരുങ്ങി എന്നതിനാണ്. അത് ദൈവത്തിൻ്റെ ആ ഒരു സന്നദ്ധതയാണ്, ദൈവത്തിൻ്റെ ആ ഒരു മനസ്സാണ് ഈ ഒരു വചനത്തിൽ കാണുന്നത്. ദൈവത്തിൻ്റെ അളവില്ലാത്ത, അതിരുകളില്ലാത്ത നമ്മളോടുള്ള സ്നേഹത്തെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു വാക്യത്തിൽ കാണുന്നത് ക്രൂശ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. അതിരുകളില്ലാത്ത ആ ഒരു സ്നേഹം ദൈവം കാഴ്ചവെച്ചത് ക്രൂശിൻ്റെ രൂപത്തിലാണ്, അല്ലെങ്കിൽ ക്രൂശിൽ ഏറിയ യേശുവിൻ്റെ രൂപത്തിലാണ്. ക്രൂശ് എന്നത് വെറുമൊരു ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചൊരു കാര്യമല്ല. ക്രൂശ് മരണം എന്നത് ചിലരൊക്കെ പറഞ്ഞു നടക്കുന്നത് യേശു ക്രിസ്തു യഹൂദർക്കെതിരെ സംസാരിച്ചതുകൊണ്ട് അവർ പിടിച്ച് ക്രൂശിൽ തറച്ചു എന്നതാണ്. പക്ഷേ കാലാകാലങ്ങളോളം, ആയിരക്കണക്കിന് വർഷങ്ങളോളം പ്രവാചകന്മാരെ കൊണ്ട് ദൈവം തന്നെയുമൊക്കെ പ്രവചിച്ച് പറഞ്ഞ പല പ്രവചനങ്ങളും നിവൃത്തിയാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം കാണിക്കുവാനുള്ള ഒരു വലിയ ദൈവിക പദ്ധതിയുടെ ആവിഷ്കാരമായിരുന്നു ഒരു ക്രൂശ് മരണം. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഈ ഒരു ലോകം എന്ന വേർഡിന് പകരം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പേര് കൂട്ടിച്ചേർത്ത ഒരു വചനം വായിക്കുക. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം എന്നെ സ്നേഹിച്ചു, ദൈവം നിങ്ങളെ സ്നേഹിച്ചു. ഇവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം, നിങ്ങളോട് ഓരോരുത്തരോടുമുള്ള ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾക്ക് മനസ്സിലാകുന്നത്. എല്ലാവർക്കും വേണ്ടി വന്നു എന്നതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് യേശുവിൻ്റെ ക്രൂശ് മരണം നിങ്ങൾ ഓരോരുത്തരും പേഴ്സണലായിട്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്തതാണ് എന്നത് കരുതുക, അത് ഏറ്റെടുക്കുക, അത് ഹൃദയത്തിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. അങ്ങനെയാണ് ക്രൂശിൻ്റെ ആ ഒരു ക്രൂശ് മരണത്തിൽ, കഷ്ടാനുഭവ ആഴ്ചയിൽ നിങ്ങൾ പങ്കാളികൾ ആകേണ്ടത്. ഇത് വെറുമൊരു ആചാരമാക്കാതെ, വെറുമൊരു സെലിബ്രേഷനോ ഒന്നും ആക്കാതെ, ക്രൂശ് മരണത്തിൻ്റെ അതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ക്രൂശ് മരണത്തിൽ ദൈവത്തിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ ആ ഒരു അനുഭവത്തിൽ ആകുന്നു. യേശുവിനോട് കൂടെ മരിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെ, ആഴമേറിയ സ്നേഹത്തെ മനസ്സിലാക്കുന്നതിൽ കൂടിയാണ്. വെറും ആഴമേറിയ സ്നേഹം ഇതെല്ലാവരോടുമുള്ള സ്നേഹത്തെക്കാൾ ഉപരി നിങ്ങളോട് ഓരോരുത്തരോടുമുള്ള സ്നേഹമാണ് എന്നത് മനസ്സിലാക്കുക. ആ ഒരു ക്രൂശ് മരണത്തിൽ പൂർണ്ണമായിട്ടും പങ്കാളികളാകുക. ഈ ഒരു സ്നേഹത്തിന് ദൈവത്തിന് എന്താണ് എനിക്ക് തിരിച്ച് നൽകാനുള്ളത് എന്നുള്ള ഈ ഒരു ചോദ്യം നിങ്ങളോട് ഓരോരുത്തരോടും ചോദിച്ചാൽ ആ ഒരു ചോദ്യത്തിന് ഉത്തരമില്ലാത്ത ഒരു ചോദ്യമാണ്. കാരണം എന്തൊക്കെ നമ്മൾ ചെയ്താലും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ, അവൻ നമ്മൾക്ക് വേണ്ടി അനുഭവിച്ച ക്രൂശ് മരണത്തിൻ്റെ മുമ്പിൽ
നമ്മൾക്ക് ഒന്നും പകരം തിരിച്ചു കൊടുക്കാൻ ഇല്ല. എന്ത് ചെയ്താലും അത് വെറും അതിൻ്റെ മുമ്പിൽ ഒന്നും അല്ലാതെ ആയിപ്പോവും. അത്ര വലിയൊരു പ്രവൃത്തിയാണ് യേശു നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ചെയ്തത്. അപ്പോൾ ഈ ഒരു സ്നേഹം മനസ്സിലാക്കി ദൈവത്തെ തിരിച്ച് സ്നേഹിക്കുക തന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം തന്നെയാണ്. ദൈവത്തിൻ്റെ സ്നേഹം, ആഴമേറിയ സ്നേഹം നിങ്ങളിൽ നിറയട്ടെ. ക്രൂശ് നമ്മൾക്ക് കാണിച്ചു തരുന്ന മറ്റൊരു വലിയ കാര്യമാണ് യേശുവിൻ്റെ, ദൈവത്തിൻ്റെ ക്ഷമ എന്നത്. സ്നേഹവും ക്ഷമയും ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്ന് തന്നെ പറയാം. യേശുവിനെ ആ ഒരു ക്രൂശിൽ കിടന്നുകൊണ്ട് തന്നെ അവനെ ഉപദ്രവിച്ച പടയാളികളോട് അവരെക്കുറിച്ച് യേശു പ്രാർത്ഥിക്കുന്നത് ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് ഇവർക്ക് അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നതാണ്. അപ്പോൾ അവിടെയും കിടന്ന് യേശു ക്ഷമ കാണിച്ചു കൊടുത്തു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു കാര്യം തന്നെയാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്താൽ തന്നെ, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ തന്നെ. പലപ്പോഴും നമ്മളെ ഉപദ്രവിച്ചവരോട്, നമ്മളെ നിന്ദിച്ചവരോട്, നമ്മളെ പരിഹസിച്ചവരോട്, നമ്മളോട് മോശമായിട്ട് പെരുമാറിയവരോട് ക്ഷമിക്കുവാൻ വലിയ മടി നാച്ചുറലി എല്ലാവർക്കും ഉള്ളതാണ്. ഇത് എനിക്കും ഉള്ളത് തന്നെയാണ്. പക്ഷെ അത്തരം അവസ്ഥകളിൽ ക്ഷമിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്ന അവസരങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹവും അവൻ്റെ ക്ഷമയും നമ്മൾ തിരിച്ചറിയുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ദൈവം എന്നോട് എൻ്റെ ഇത്രയും വലിയ അകൃത്യങ്ങൾ ക്ഷമിച്ചപ്പോൾ മറന്നു കളഞ്ഞല്ലോ, അവൻ പുറകിലേക്ക് എറിഞ്ഞു കളഞ്ഞല്ലോ എന്നത് ചിന്തിക്കുമ്പോൾ നമ്മളെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ പ്രാപ്തരാകും. വലിയ രീതിയിലാണ് ഈ ഒരു ദൈവത്തിൻ്റെ ക്ഷമ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിലും ക്ഷമ, സ്നേഹം പ്രാവർത്തികമാക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ഇത് യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ നിന്ന് നമ്മൾക്ക് ഉൾക്കൊള്ളാവുന്ന വലിയൊരു സത്യമാണ്. ക്ഷമ, സ്നേഹം നടക്കത്തില്ല എന്ന് തോന്നുമ്പോഴും ഇത് പ്രാവർത്തികമാക്കാൻ കഴിയും എന്ന് യേശു കാണിച്ചു തന്നു. ഈ ഒരു വലിയ കാര്യവും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക, കഴിയട്ടെ. ഇനി മൂന്നാമതായിട്ട് മറ്റൊരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് യേശുവിൻ്റെ ക്രൂശ് മരണം. ക്രൂശ് എന്നത് അന്നത്തെ കാലത്ത് ഏറ്റവും നിന്ന അർഹിച്ചിരുന്ന, വളരെ മോശമായ രീതിയിൽ മരിക്കുവാൻ വേണ്ടി അവർ കരുതിയിരുന്ന ഒരു ഉപകരണമായിരുന്നു. ആ ഒരു നിന്ന എന്ന ഉപകരണത്തിൽ നിന്നും യേശു വിജയമാണ്, വലിയ മഹത്വമേറിയ വിജയമാണ് ക്രൂശ് മരണത്തിൽ കൂടി വരിച്ചത്. യേശു ക്രൂശിൽ കിടക്കുമ്പോൾ പടയാളികളൊക്കെ അല്ലെങ്കിൽ അവിടെ കൂടി നിന്നവരൊക്കെ യേശുവിനെ പരിഹസിക്കുന്നുണ്ട്. നിന്നെ ആരാണ് രക്ഷിക്കുന്നത്? അല്ലെങ്കിൽ നീ തന്നെ സ്വയം രക്ഷിക്കുക, നീ രാജാവാണെങ്കിൽ, ദൈവമാണെങ്കിൽ നീ തന്നെ രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ തന്നെയായിരിക്കണം അവരൊക്കെ പരിഹസിച്ചിരുന്നത്. ബൈബിളിൽ നമ്മൾ അതിനെക്കാട്ടിലൊക്കെ ഒരുപാട് കൂടുതലായിട്ട് മോശമായ രീതിയിൽ തന്നെയായിരിക്കണം ന്യായമായിട്ട്, സ്വാഭാവികമായിട്ടും അവരൊക്കെ യേശുവിനെ പരിഹസിച്ചത്. ആ ഏറ്റവും പരിഹാസത്തിൻ്റെ നടുവിലും പരാജയം തോന്നി അവരുടെയൊക്കെ മുമ്പിലുണ്ടായിരുന്നു എല്ലാം അവസാനിച്ചു, പരാജയപ്പെട്ടു ഇവൻ എന്നത്. യേശുവിനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരൊക്കെ അവരൊക്കെ ചിതറി ഓടിക്കളഞ്ഞു. അവരൊക്കെ വിചാരിച്ചു പരാജയപ്പെട്ടു, എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു എന്ന് കരുതി. പത്രോസ് പോലും അവസാനം പറഞ്ഞു എനിക്ക് ഇവനെ അറിയത്തേയില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു ക്രൂശ് മരണത്തിൽ കൂടി യേശു അനുഭവിച്ചത് ഏറ്റവും താഴ്മയും നിന്ദയും പരിഹാസവും പരാജയവും ഒക്കെയാണ്. പക്ഷെ അവിടെ നിന്നും വലിയ മേന്മയേറിയ മഹത്വമേറിയ വിജയമാണ് യേശു നമ്മൾക്ക് വേണ്ടി അവിടെ കാണിച്ചു തന്നത്. യേശുവിൻ്റെ ക്രൂശ് മരണം വിജയത്തിൻ്റെ വലിയ അടയാളമായിരുന്നു. ഏറ്റവും മോശമായ അവസ്ഥകളിൽ നിന്നും, ഏറ്റവും മാനക്കേടിൻ്റെ അവസ്ഥകളിൽ നിന്നും വലിയ വിജയം പ്രാവർത്തികമാക്കും എന്നുള്ള ഈ ഒരു സത്യം നമ്മളെ വലിയ വിശ്വാസത്തിൽ നിലനിർത്താൻ നമ്മൾക്ക് കഴിയുന്ന ഒരു വസ്തുത തന്നെയാണ്. ബൈബിളിലെ ഏറ്റവും വലിയ ബിബ്ലിക്കൽ പ്രിൻസിപ്പിളാണ് വിശ്വാസം എന്നത്. യേശുവിൻ്റെ, ദൈവത്തിൻ്റെ പ്രവൃത്തികളൊക്കെ ഇങ്ങനെ തന്നെയാണ്. മനുഷ്യർക്ക് കണ്ണുകൊണ്ട് കാണാത്ത തരത്തിലുള്ള വിജയങ്ങളാണ് ദൈവം കാണിച്ചു തന്നിരിക്കുന്നത്, ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ ക്ഷമ മനസ്സിലാക്കുക, അവൻ്റെ ക്ഷമ മനസ്സിലാക്കി അത് കണ്ട് നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കുക. ദൈവത്തിൻ്റെ ആ ഒരു ക്രൂശ് മരണത്തിൽ നിന്നുള്ള വിജയം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസത്തിൽ കൂടി നമ്മൾക്കും ഏൽക്കുവാൻ കഴിയും എന്നുള്ളതും ഈ ഒരു ക്രൂശ് മരണം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വസ്തുത തന്നെയാണ്. യേശുവിൻ്റെ കഷ്ടാനുഭവം, പീഡാനുഭവം വെറുമൊരു ആചാരമാക്കാതെ
വെറും ഒരു ഈസ്റ്റർ എന്നത് സെലിബ്രേഷൻ ആക്കാതെ അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ അത് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ ഓരോ വിശ്വാസിയും ശ്രമിക്കുക. യേശുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ, യേശുവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ ഭാഗമാകുക. ആചാരങ്ങളിൽ കൂടിയല്ല, അവനോട് കൂടെ ചേർന്ന് നിൽക്കുന്നതിൽ കൂടി യേശുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ ഭാഗമാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ഈ ഒരു ക്രൂശ് മരണം, ഈ ഒരു കഷ്ടാനുഭവ ആഴ്ച എന്നത് നമ്മൾക്ക് ഓരോ ദിവസം യേശുവിനോട്, ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിൻ്റെ കഷ്ടാനുഭവ, ആ ഒരു പീഡാനുഭവം എനിക്ക് വേണ്ടി ആയതിനാൽ ഞാൻ സ്തുതിക്കുന്നു നിന്നെ എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പ്രകടിപ്പിക്കുക. അപ്പോൾ അതിന് എല്ലാവർക്കും കഴിയട്ടെ. So come fall in love with Jesus and fall in love with the word of God.